മാനിനഗരത്തങ്കാട്ടിന്ന തുമ്മലത്തണ്ട് മാനിനഗരത്തങ്കാട്ടിന്ന തുമ്മലത്തണ്ട്. എന്തെങ്കിലും വൃത്തിയേടാണോ? പനിനീർ. ഭാ പാ രാ രാ നീ നീ പരട്ട. ഞാൻ വേറെന്തൊക്കെയോ കേട്ടെ. എന്താ കേട്ടെ? പിന്നെ പറഞ്ഞുതരാ. വാഴ. തെറി. അല്ല അത് വിളിക്കാൻ തോന്നും, പക്ഷെ വേണ്ട. അർദ്ധരാത്രി. അത്തി. എന്ത്? വാലാട്ടി. വയലിൻ. വാലാട്ടി. വയലറ്റ്. വാലാട്ടി. മെച്ചൂരിറ്റി കുറവൊന്നുമില്ല. അല്ല, എനിക്കറിയാം, നമുക്കല്ലേ അറിയത്തുള്ളത്. സിനിമകൾ ഹിറ്റ് ആവാന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അതായത് റിലീസ് ആവുന്ന എല്ലാ സിനിമകളും നമ്മുടെ സംസ്ഥാനത്തു നിന്നും പുറത്തും എല്ലാ ഭാഷകളിലും ഹിറ്റ് ആവാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളം സിനിമ ഉള്ളതെന്ന് പറയുന്നത് ബെസ്റ്റ് ഫേസിലാണ്, ടു ബി ഓണസ്റ്റ്. ഒരു പക്ഷെ എന്താന്ന് വെച്ചാൽ ഗോപിക എന്നുള്ള പേര് മാറ്റാനുള്ള കാരണം അതാണ്. ഐഡന്റിറ്റി ഇഷ്യൂ വരണ്ടെന്നുള്ളത് കൊണ്ടാണ്. ഓൾറെഡി ഗോപിക എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ഉള്ളത് കൊണ്ട് ഐഡന്റിറ്റി ഇഷ്യൂ. അത് മഹിമ ആയതുകൊണ്ട് തന്നെയാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഒരു വിസ്പർ ചലഞ്ചും കൂടെ ചെയ്യാം. ഓക്കെ, അത് ഭയങ്കര കിടിലൻ സെഗ്മെന്റ്. എന്താ പരിപാടി? എനിക്ക് വിസ്പർ ചാലഞ്ചിനെ പറ്റി വലിയ അറിഞ്ഞൂടാ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ എന്തോ സംഭവം തോന്നല്ലോ. ഓ ശരി ശരി ശരി. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് തരും. ഇപ്പൊ ഞാനാണ് ഒരു വേർഡ് പറയണെങ്കിൽ മനസ്സിലായില്ല, ചേച്ചി പാട്ട് കേട്ടോണ്ടിരിക്കണം, ഞാൻ ആ വേർഡ് പറയുമ്പോൾ ഗസ് ചെയ്യണം. അത് തന്നെ. ഞാൻ വല്ല വൃത്തിയോടും പറയുമോ? എനിക്ക് എന്നെ പേടി. എനിക്ക് എന്നെ നല്ല പേടിയുണ്ട്. മാനിനഗരത്തങ്കാട്ടിന്ന തുമ്മലത്തണ്ട് മാനിനഗരത്തങ്കാട്ടിന്ന തുമ്മലത്തണ്ട്. കേക്കാവോ? കണ്ട ഇല്ലേ? അപ്പൊ ഞാൻ വേർഡ് പറയാൻ പോവാ. ഓക്കെ, ഗസ് ചെയ്യണം. ഓക്കെ. തടിയൻ. തെറി. അല്ല, അത് വിളിക്കാൻ തോന്നും, പക്ഷെ വേണ്ട. അതല്ല. തടിയൻ. 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 തെളിനീർ. തടിയൻ. തണ്ണീർ. തടിയൻ. തള്ളി. തടിയൻ. തണ്ണീർ. തടിയൻ. ഒന്നൂടെ പറ. തടിയൻ. തള്ളയോ? തള്ളയോ? തടിയൻ. പാട്ട് നിന്നു. തടിയൻ. ഉണ്ണിമുകുന്ദൻ. ഉണ്ണിമുകുന്ദൻ. ചക്ക. ചക്ക. ഇതെന്താ കേട്ടില്ല. വാലാട്ടി. വാലാട്ടി. വയ്യ. വാലാട്ടി. വാലാട്ടി. വയലന്റ്. വാലാട്ടി. വയലറ്റ്. വാലാട്ടി. എന്ത്? വാലാട്ടി. വയലിൻ. വാലാട്ടി. വയലറ്റ്. വാലാട്ടി. വായിക്കുന്നോ? വാലാട്ടി. 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 കിട്ടിയ. ചിക്കൻ കുനിയ. ചിക്കൻ കുനിയ. സെറോദയോ? അല്ല, ചിക്കൻ കുനിയ. ചിക്കൻ കുനിയ. തീരൂല. ചിക്കൻ കുനിയ. ചിക്കൻ കുനിയ. ചിക്കൻ കുനിയ. ചിക്കൻ കുനിയ. ആയുധം. ആയുധം. ഇത് കിട്ടിയല്ല പെട്ടെന്ന്. പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞു. പാട്ട് വിളിക്കോ? കലാസ്. കലാസ്. ഞാൻ പറയാം. എനിക്ക് തരാം 2 വേർഡ്. പോട്ടെ. മാങ്ങ. പഴമാങ്ങ. കൊള്ളാം കൊള്ളാം. ആദിരാത്രിയാ. കണ്ട ഞാൻ ആദി. ആദ്യം. അങ്ങ്. അന്ന്. ആർദർ. അർദ്ധരാത്രി. അത്ത.
ആർത്തി. ആർത്തി ആർത്തി. ഞാൻ ബന്ധമില്ലാത്ത റിയാക്ഷനാ കൊടുത്തെ. പയറ്. അത് ഞാൻ നോക്കണില്ല. മത്തങ്ങ. മത്തങ്ങ. ബൾബ്. പറഞ്ഞ എന്താ അത് വേറെ പരന്ന്. ശരി, പറയാൻ പറ്റുന്ന വാക്കാണോ? ഭരണി. ഭരണി. അത് ഇത്രയും മോശം വേണമായിരുന്നു, ഞാൻ അറിയില്ലല്ലോ. എന്തെങ്കിലും വൃത്തികേടാണോ? അല്ലേ. പരട്ട. പരട്ട മാ വെച്ചിട്ടാണോ? അല്ല. അല്ലേ. പറഞ്ഞ. പനിനീര്. പനിനീർ. പനിനീർ. പിന്നെന്താ? ഭരണി. കേട്ടാ? അതെന്ത് വാക്ക്? അത് വേറെന്തോ ഞാൻ കേക്കണേ, അത് പറയാനില്ല. ഭരണി. ഭരണി. ഞാൻ ഓരോരോ അക്ഷരായിട്ട് പറയാം. ഭ ര നി നി. പരട്ട. പര. മാ ര നി ഡി. പരണ്ടിയോ? ര നി നീ. പരണി. അതെ, ഭരണി. വെരി ഗുഡ്. അടുത്തത് ലോ കോളേജ്. പാട്ട് നിന്നു. ലോ കോളേജാ? പാട്ട് നിന്നിട്ടും തെറ്റായി കേട്ടോ. അടിപൊളി. ഞാൻ വേറെന്തൊക്കെയോ കേട്ടെ. എന്താ കേട്ടെ? പിന്നെ പറഞ്ഞുതരാം. പരട്ടാന്നാണോ? ഗോകുല. അത് മറ്റേത് ഞാൻ ചെയ്തല്ലേ, ഈ ചുമ്മാ കൈ ആക്ഷൻ കാണിക്കണ അല്ലേ. ഓവറാ. കൊക്കോകോള. കൊക്കോകോള. ലോയോള. ചത്ത്. കൊറോണ. ഞാൻ ഇത് അഭിനയിച്ച് കാണിച്ചെന്നാട്ടോ. അടുത്തതേ ഉമ്മേ. ഉമ്മൻ. ഉമ്മൻചാണ്ടി. ഉപ്പേരി. ഞാനിത് അടുത്തത് അഭിനയിച്ചു പോവല്ലേ. വാട. വാടല്ലേ. വാഴ. യെസ്, കഴിഞ്ഞു. അയ്യോ, അപ്പൊ നമ്മുടെ ടാസ്ക് സെഗ്മെന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? എൻജോയ് ചെയ്തില്ലേ? ശരിക്കും ഉണ്ടല്ലോ ചേച്ചി ഭയങ്കര ജോളിയാണ്. ആണോ? ഫുൾ ചിൽ 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 ചിൽ. അപ്പൊ ചേച്ചി ആൾക്കാരെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഭയങ്കര ജിൽജിലാണ്, മെച്ചൂരിറ്റി ഇച്ചിരി കുറവുണ്ടോ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മെച്ചൂരിറ്റി കുറവൊന്നുമില്ല. അല്ല, എനിക്കറിയാം, നമുക്കല്ലേ അറിയത്തുള്ളത്. മെച്ചൂരിറ്റി കുറവുണ്ടെന്ന് എന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പൊതുവെ എങ്ങനെയാണ്, കുറച്ച് ഇങ്ങനെ ചില്ലായി നടക്കുന്ന ഒരു ടൈപ്പാണ്. വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഒന്നും തലയിൽ എടുക്കാറില്ല. ആവശ്യമില്ലാത്ത അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഞാൻ എല്ലാം പെട്ടെന്ന് മറന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അത് ജന്മനാ കിട്ടിയൊരു പ്രശ്നമാണോ നല്ല കാര്യമാണോ മോശമാണോ എന്ന് എനിക്ക് അറിയില്ല. ഒരു സൈഡിൽ നോക്കുമ്പോൾ നല്ലതാണ്. പെട്ടെന്ന് എനിക്കിപ്പം ദേഷ്യമായാലും വിഷമായാലും സന്തോഷമായാലും ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നു. സന്തോഷം മറക്കും. സന്തോഷം മറക്കും. അതുകൊണ്ട് അധികം ഒന്നും എന്നെ എഫക്ട് ചെയ്യാറില്ല ഒന്നും. അതുകൊണ്ട് ഇറ്റ്സ് എ ഗുഡ് തിങ്. ചേച്ചി ഇപ്പൊ ശരിക്കും ഒരു മൂവി സെലക്ട് ചെയ്യുമ്പോണ്ടല്ലോ, ഫുൾ സ്റ്റോറി കേട്ടിട്ടാണോ അതോ ലൈക് കാസ്റ്റ് നോക്കിയിട്ടാണോ, എങ്ങനെ ഒരു മൂവി ചൂസ് ചെയ്യാ?
ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ജയഗണേഷ് ഞാൻ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഹീറോ ആരാന്ന് എനിക്ക് അറിയില്ലായിരുന്നു, സ്റ്റോറി എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് രഞ്ജിത്ത് സാറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ആ ഒരു ഫാക്ടറാണ് എന്നെ ആദ്യം അട്രാക്ട് ചെയ്യുന്നത്. അപ്പം ഓരോ സിനിമയും നോക്കുമ്പോൾ നമുക്ക് ഓരോ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ചിലപ്പോൾ ചില കഥകൾ ഭയങ്കര ഇഷ്ടപ്പെടുമായിരിക്കാം, ചിലപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ഹീറോ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഡയറക്ടറിനെ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. സോ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, നമുക്ക് ഒരു ഫാക്ടറാന്ന് മാത്രം പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ ചേർന്ന് വരുമ്പോഴായിരിക്കുമല്ലോ നമ്മളൊരു സിനിമ. അതെ അതെ, അപ്പം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഒരു കാര്യം എന്ന് മാത്രമല്ല. പക്ഷെ പ്രയോറിറ്റി വുഡ് ഓൾവേസ് ബി മൈ ക്യാരക്ടർ. ഇപ്പം ഇതെല്ലാം നല്ലതാണെങ്കിലും എന്റെ ക്യാരക്ടർ നല്ലതല്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല, നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസും കൂടെ വേണം. അത് അങ്ങനെ ഇല്ലാന്ന് തോന്നിയാൽ ചെയ്യില്ല. ഓക്കെ. അപ്പൊ എന്തുകൊണ്ട് ജയഗണേഷ് ചെയ്യാനുള്ള കാരണം അട്രാക്ട് ചെയ്തത് നമ്മുടെ രഞ്ജിത്ത് സാർ? തീർച്ചയായും രഞ്ജിത്ത് സാർ ഒരു ഫാക്ടറാണ്, ഇതിന്റെ സബ്ജക്ട് ഒരു ഫാക്ടറാണ്, പിന്നെ ഉണ്ണി ഒരു ഫാക്ടറാണ്, എന്റെ ക്യാരക്ടർ ഒരു ഫാക്ടറാണ്. അപ്പൊ എനിക്ക് തോന്നിയ കാര്യം എന്താന്ന് വെച്ചാൽ RDX എനിക്ക് വൈഡ് റേഞ്ചിലുള്ള റിസപ്ഷൻ വന്നു, എല്ലാം തന്നു. പക്ഷെ എനിക്കൊരു ക്യൂട്ടായ ഒരു ഹീറോയിൻ ആയിട്ട് തന്നെ എനിക്ക് അങ്ങനെ അതെ അതുപോലെ പോണ്ടേ, കാരണം അത് ടൈപ്പ് കാസ്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്, അത് തന്നെ ഇങ്ങോട്ട് പോകുമല്ലോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരു വേരിയേഷൻ വേണമെന്നുള്ളത് കൊണ്ടാണ് ഇത് അത്യാവശ്യം മെച്ചോർഡായ ഒരു ക്യാരക്ടറാണ് നിധി. കുറച്ച് ഇൻഡിപെൻഡന്റ് ആണ്. നിധി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. സെൽഫ് മെയ്ഡ് ആയ ഒരു ക്യാരക്ടറാണ്. ഗണേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സപ്പോർട്ട് സിസ്റ്റം ആണ് ഈ കുട്ടി. അപ്പം ഷീ ഈസ് വെരി ബോൾഡ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടിയാണ്. അപ്പം അത് ലിറ്റിൽ ഡിഫറെന്റ് ഫ്രം RDXലെ മിനി എന്ന് പറയുന്ന ക്യാരക്ടർ. വീട്ടുകാർ പറഞ്ഞ കേട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. മിനിക്കായാലും വേരിയേഷൻസ് ഉണ്ടായിരുന്നു, രണ്ട് ചേഞ്ച് ഓവർ ഉണ്ടായിരുന്നല്ലോ മിനിക്കായാലും. അപ്പം അങ്ങനെ ഒരു വേരിയേഷൻ ആണ് എനിക്ക് ഇതിൽ ഫസ്റ്റ്ലി എന്നെ അട്രാക്ട് ചെയ്ത ഒരു കാര്യം. അതെ. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ചേച്ചിനോട് ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് നമ്മുടെ ജയ് ഗണേഷ് കാണണം എന്ന് പറഞ്ഞാൽ ചേച്ചി എന്തായിരിക്കും പറയാ? ഞാൻ പേഴ്സണലി ഞാനിത് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിൽ എന്നെ സെലക്ട് ചെയ്തില്ലായിരുന്നെങ്കിലും, ഇതിൽ എന്നെ കാസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ കൂടിയും ഇതിന്റെ സബ്ജക്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഈ സിനിമ റിലീസ് ആവുമ്പോൾ ഞാൻ പോയി കാണും. കാരണം എന്താന്ന് വെച്ചാൽ ഈ സബ്ജക്ട് എന്നെ അത്രയും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടാൽ ചെറിയ കുട്ടികൾക്ക് നല്ല വാല്യൂസ് ആണ് കിട്ടാൻ പോകുന്നത്. അവര് ജീവിതത്തിൽ ആരായി തീരണം, അവരെങ്ങനെയായി തീരണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരുപാട് വാല്യൂസ് ഈ സിനിമയിലുണ്ട്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനുള്ള ഒരുപാട് ഫാക്ടേഴ്സ് സിനിമയിലുണ്ട്. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ അവർക്ക് ഈ ഗൂസ് ബംസ് എന്ന് പറയുമല്ലോ, എഡ്ജ് ഓഫ് ദ സീറ്റിലിരുന്ന് നല്ലൊരു സിനിമ കണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ എല്ലാ ഓഡിയൻസിനും ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ അതെല്ലാം ഓഡിയൻസിന്റെ താല്പര്യമാണല്ലോ, എല്ലാവർക്കും അവരവരുടെ താല്പര്യങ്ങളാണല്ലോ സിനിമ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത്. ഈ ഒരു കാര്യം മാത്രം എനിക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റും. ശരിക്കും രഞ്ജിത്ത് സാറിന്റെ പഴയ മൂവീസ് ഒക്കെ ചേച്ചി എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ. ശരിക്കും അതിൽ നിന്ന് ഈ നമ്മുടെ ജയ് ഗണേഷ് എന്താണോ ഡിഫറൻസ് പറയാൻ പറ്റുക? കുറച്ച് ഡിഫറെന്റ് ജോണർ അല്ലേ? അതെ, സിമിലാരിറ്റീസും പറയാം, ഡിഫറൻസും പറയാം. സിമിലാരിറ്റീസ് എന്താന്ന് വെച്ചാൽ സാറിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എപ്പോഴും ഫ്രഷ് ആണ്, നമ്മൾ കണ്ട് മടുക്കാത്ത ഫ്രഷ് ആയ, അതേപോലെ തന്നെ സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും എല്ലാം. നമുക്ക് എന്തെങ്കിലും അതിൽ എന്തെങ്കിലും ഇപ്പം മേരിക്കുട്ടി എന്നുള്ള ഒരു ക്യാരക്ടറൊക്കെ അത് ഭയങ്കര പുതുമയുള്ള ക്യാരക്ടറായിരുന്നു സാർ ചെയ്ത്. പാസഞ്ചേഴ്സിൽ വരുന്നതാണെങ്കിൽ രാമന്റെ ഏതൻ തോട്ടം എന്ന് പറഞ്ഞ സിനിമയിലുള്ള ക്യാരക്ടറൊക്കെ നമുക്ക് എപ്പോഴും മനസ്സിൽ മറക്കാൻ പറ്റാത്ത നിൽക്കുന്ന ക്യാരക്ടേഴ്സാ. അതുപോലെ തന്നെ ഇതിലും എല്ലാ ക്യാരക്ടേഴ്സും വളരെ ഡിഫറെന്റ് ലെവലിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ വ്യത്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഹീറോ എന്ന് പറയുന്നത് എനിക്കൊന്ന് മലയാളം സിനിമയിൽ തന്നെ ഹീറോ, അതായത് ഹീറോയിസം ഉള്ള വീൽ ചെയറിലുള്ള അല്ലെങ്കിൽ പരിമിതികളുള്ള അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരു ഹീറോ എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടോന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതൊരു ചാലഞ്ച് തന്നെയായിരുന്നു. അറ്റ് ദ സെയിം ടൈം ആ ചാലഞ്ചിനെ സാർ എന്താ പറയാ ഒരു പോസിറ്റീവായ രീതിയിലാണ് ഫേസ് ചെയ്തതും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതും. അപ്പൊ അങ്ങനെ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഡിഫറൻസും കാണാം, സിമിലാരിറ്റിയും കാണാം. പക്ഷെ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ മനസ്സിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും. ശരിക്കും ചേച്ചി നമ്മുടെ മലയാള സിനിമയിൽ ചേച്ചിക്ക് ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് തോന്നിയിട്ടുള്ള വല്ല കാര്യങ്ങളുണ്ടോ നമ്മുടെ മലയാള സിനിമയിൽ? അല്ല, സാധാരണ നമ്മൾ ഈ താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ടോ? മലയാള സിനിമയിൽ ഞാൻ എന്ത് മാറ്റം കൊണ്ടുവരണോ? ഞാൻ എന്ത് മാറ്റം അല്ലെ ചേച്ചിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? മലയാള സിനിമയിൽ എന്ത് മാറ്റം കൊണ്ടുവരണമെന്നാണ്? മാറ്റങ്ങളൊന്നുമില്ല. മാറ്റങ്ങള് ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ് ഫോർ ഷുവർ.
മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളം സിനിമ ഉള്ളതെന്ന് പറയുന്നത് ബെസ്റ്റ് ഫേസിലാണ്, ടു ബി ഓണസ്റ്റ്. മലയാളം സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോണ്ടന്റ്സ് ആയാലും ഇപ്പൊ ഉള്ളത് ഫ്രഷ് കോണ്ടന്റ്സ് ആണ് ഇപ്പൊ എല്ലാം തന്നെ ഇപ്പൊ ബെസ്റ്റ് ഫേസിലാണ് മലയാളം സിനിമ നിൽക്കുന്നത്. കാരണം ഇറ്റ്സ് ഗ്രോയിങ്. നമ്മുടെ കേരള എന്നുള്ള ബോർഡറിൽ നിന്ന് ക്രോസ് ചെയ്ത് ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് പോയി ഇന്ത്യയും ക്രോസ് ചെയ്ത് പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോണ്ടന്റ്സ് ഒക്കെ. അപ്പം ഇറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഗ്രോ. അതെ, ഇപ്പൊ ലാസ്റ്റ് റിലീസായ എല്ലാ സിനിമകളും ഹിറ്റ് ആവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. അതായത് റിലീസ് ആവുന്ന എല്ലാ സിനിമകളും നമ്മുടെ സംസ്ഥാനത്തു നിന്നും പുറത്തും എല്ലാ ഭാഷകളിലും ഹിറ്റ് ആവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പ്രേമലു ആയാലും പിന്നെ ഗോഡ് ലൈഫ് ആയാലും അതുപോലെ തന്നെ ഭ്രമയുഗ ആയാലും ഇതൊക്കെ മഞ്ഞുമൽ ബോയ്സ് ആയാലും ഇതൊക്കെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുക പുറമേയൊക്കെ. അപ്പം ഇറ്റ്സ് ഇൻ ദ ബെസ്റ്റ് ഫേസ്. അപ്പം ഈ ഒരു പേസ് പിടിക്കുവാണെങ്കിൽ ഇറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഗ്രോ. എന്താ പറയാ, ബിയോണ്ട് നമ്മുടെ ബൗണ്ടറീസ് ഒക്കെ ക്രോസ് ചെയ്ത് പുറത്തു പോകാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. സോ ലെറ്റ് ഇറ്റ് ഗ്രോ. നീ ഒരു ഗിഫ്റ്റ് തരണിക്ക് മുന്നേ ലാസ്റ്റ് ക്വസ്റ്റിനോട് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര അടിപൊളി സെഗ്മെന്റ്സ് ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഒരു ഗിഫ്റ്റും കൂടെ തരാം. ഓക്കെ? ശരിക്കും ചേച്ചിക്ക് തോന്നുന്നുണ്ടോ പേര് മഹിമ എന്നായതുകൊണ്ടാണ് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് ഇത്രയും മഹിമ ലഭിച്ചതെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല, പക്ഷെ ആ പേര് മാറ്റിയത് കൊണ്ടാണ്. ഒരുപക്ഷെ പേര് മാറ്റിയില്ല, ഗോപിക എന്നുള്ള പേര് ഒരുപക്ഷെ എന്താന്ന് വെച്ചാൽ ഗോപിക എന്നുള്ള പേര് മാറ്റാനുള്ള കാരണം അതാണ്. ഐഡന്റിറ്റി ഇഷ്യൂ വരണ്ടെന്നുള്ളത് കൊണ്ടാണ്. ഓൾറെഡി ഗോപിക എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ഉള്ളത് കൊണ്ട് ഐഡന്റിറ്റി ഇഷ്യൂ. അത് മഹിമ ആയതുകൊണ്ട് തന്നെയാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. വേറൊരു പേരാണെങ്കിലും ചിലപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കാം. അങ്ങനെ ഞാൻ ബ്ലൈൻഡ് ആയിട്ട് അതിൽ വിശ്വസിക്കുന്നൊന്നുമില്ല. പക്ഷെ പറഞ്ഞപ്പം പേര് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞപ്പം ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തപ്പോൾ വൈ നോട്ട് എന്ന് എനിക്ക് നല്ല പേരാണല്ലോ, കൊള്ളാമല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ഈ 2 പേര് വന്ന പോസിറ്റീവ് ആണ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഞാൻ വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഇനിയിപ്പോ എങ്ങാനും അതിൽ വല്ല സത്യം ഉണ്ടെങ്കിലോ നമ്മളതിനെ വെറുതെ കളയുന്ന എന്നുള്ള രീതിയിലാണ് 2 പേര് വന്നത്. സോ ഞാൻ ഇന്ന് എന്തൊക്കെയാണെങ്കിൽ അതിന്റെ റീസൺ ഞാൻ എടുത്ത തീരുമാനങ്ങളോ അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളോ ഒക്കെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മഹിമ എന്നുള്ള വന്നതാവാം എന്റെ ഭാഗ്യം. സോ ഐ ടേക്ക് ഇറ്റ് ദാറ്റ് വേ. ഓക്കെ, ദാറ്റ് വാസ് എ ഗുഡ് ആൻസർ. അപ്പൊ നമുക്കൊരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. എന്റെ കൂടെ ഇത്രയും കോപ്പറേറ്റ് ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ട് സെഗ്മെന്റ്സ് ഒക്കെ കളിച്ച് ജയിച്ചതിന് കൺഗ്രാറ്റുലേഷൻസ്. എന്താ ഞാൻ ഓപ്പൺ ചെയ്യണ്ടേ? ഇപ്പൊ ഓപ്പൺ ചെയ്യണ്ട, എന്തിനാ വെറുതെ. ഓക്കെ, അപ്പൊ മൂവി ഇറങ്ങാൻ പോവാണ്. ഓൾ ദി ബെസ്റ്റ്. ഇനിയും ചേച്ചിക്ക് കുറെ ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ആഗ്രഹിക്കുന്നതൊക്കെ ലെറ്റ് ഇറ്റ് കം ട്രൂ ആൻഡ് ലീവ് യുവർ ലൈഫ് അറ്റ് ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.